ജെല്ലിപ്പാറയിലെത്തി. ജെല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. ഇവിടെ ഒരു നല്ലൊരു ചർച്ച് ഉണ്ട്. ഇവിടെ ഈ ഒരു ഹോട്ടലുണ്ട്, ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. നല്ല ചോറ് കിട്ടും. ഞാൻ ഇവിടെ നിന്ന് ചോറ് കഴിച്ചത്. നല്ല സാമ്പാറും മീൻകറിയും അടിപൊളി. അതുപോലെ തൈര് ഉണ്ടല്ലോ, തൈരൊക്കെ സൂപ്പർ അടിപൊളി. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ. ഈ റൂട്ടിൽ കൂടെ ഞാൻ വന്നത്. ഇതിലാണ് ഞാൻ അട്ടപ്പാടിയിലേക്ക് പോകുന്ന റോഡ്. ഇത് മണ്ണാർക്കാട് പോകുന്ന റോഡ്. ഇത് ആ കാണുന്ന നേരെ കാണുന്ന ഒരു മലല്ലേ, ആ മലയിലൊക്കെ ഞാൻ പോണത്. അവിടെ ആണ് വ്യൂ പോയിന്റ് ഉള്ളത്. ജെല്ലിപ്പാറന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പാറാണ്. അതിന്റെ മേലെ പോകണം. അതിന്റെ മേലെ പോയിക്കാൻ 4 സൈഡും വ്യൂ എന്ന് പറഞ്ഞു. ട്രാവൽ ചാനൽ 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഗ്രാൻഡ് ബേക്കറി ആൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഊണ് കഴിച്ചത്. നല്ല ചോറാട്ടോ. അപ്പൊ ഇതിന്റെ ഓണർ, എന്റെ പേരെന്ത്? ഹമീദ്. ഇവിടെ ഉള്ള ആളെന്നാ? മണ്ണാർക്കാട് നിന്നിട്ട് വന്നായിരുന്നു കേട്ടില്ലേ. ബേക്കറി അതിന്റെ ഹോട്ടലാ. ചോറ് മാത്രമേ ഉള്ളൂ ഇവിടെ? ബിരിയാണി ഒക്കെ ഉണ്ട് അല്ലേ? ഞാൻ ബിരിയാണി കഴിച്ചില്ല. ഞാൻ ചോറാണ്. ചോറ് നല്ല മെയിൻ ബിരിയാണിയാ. അത് ശരി. ദമ്മ് ബിരിയാണി നമ്മളെ നാട്ടിലെ ബിരിയാണി തന്നെ അല്ലേ? എങ്ങനെയുണ്ട് ചോറ്? എങ്ങനെയുണ്ട്? ഇതാ ഈ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. ഈ തൈര് ഇത് അടിപൊളിയാ. ഇതും കുഴപ്പമില്ല. പിന്നെ അച്ചാറാണ്. ഇതാ ഈ സാധനം സൂപ്പർ ഉണ്ടോ. സാമ്പാർ അടിപൊളി. മീൻകറി പിന്നെ മറ്റേ ഇതിന്റെ അന്നാ തോന്നുന്നു, ഉണക്കലിന്റെ ഇട്ടിട്ട്. ഉണക്കലിന്റെ ഇട്ടിട്ട് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പിന്നെ മോര് കറി ഉണ്ട്. മോര് ഞാൻ കൂട്ടിയില്ല. കയ്യില് ക്യാഷ് കരുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇന്റർനെറ്റ് ഇവിടെ വളരെ, എയർടെൽ സാധനം തീരില്ല. ജിയോ ആണെങ്കിൽ ഭാഗികമാണ്. അപ്പൊ ഞാൻ ജിയോന്റെ ഇപ്പോ റീചാർജ് കയറ്റിയതപ്പോ എന്റെ എയർടെലാ കണക്ഷന്. പോസ്റ്റ്പെയ്ഡ് അതിനെ കൊണ്ടേ ഒരാഴ്ചയായി ഓഫാണ് സാധനം. ഇത്രയും തെണ്ടിത്ര വില കളിക്കുന്നേ. നമ്മളെപ്പോലുള്ള ആൾക്കാർ, യാത്രക്കാർ വന്നാൽ കുടുങ്ങിയില്ലേ. അപ്പൊ കഴിയുന്നതും ക്യാഷ് കയ്യിൽ കരുതാ. വൈഫൈ എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. ആ സ്ഥലത്തിന്റെ പേരെന്താ? കല്ലിയൂർ മല എന്നാ പറയും. കണ്ടിയൂർ. അപ്പൊ കണ്ടിയൂർ മലയിലൊക്കെ ഞാൻ പോകുന്നത്. അവിടെ ആദിവാസി ഊരൊക്കെയാണ്. തൊട്ടിയാക്കര, കാട്ടിമല അതൊക്കെ പേരാ. ഓ കാട്ടിമലയിലാ വ്യൂ പോയിന്റ്. ഇവിടുന്ന് എത്ര പോവാണ്ട്? 1.25 കിലോമീറ്റർ ഉള്ളു. പിന്നെ അങ്ങോട്ട് നടക്കണം അല്ലേ? 400 മീറ്റർ നടക്കുന്ന വഴിയാണ് അല്ലേ? അത് റോഡ് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ടോ? പിന്നെ അങ്ങോട്ട് റോഡേ ഇല്ല. ഓ, നടന്നു കയറണം അല്ലേ? ശരി. കാട്ടിമലയിലേക്ക് പോവാം. അപ്പോൾ ജെല്ലിപ്പാറയിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കുരിശുമല ഉണ്ട്. ഇതാ കണ്ടില്ലേ? ഈ കുരിശുമലയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അംഗനവാടി ഉണ്ടാവും. ആ അംഗനവാടിയിൽ നിന്ന് നടക്കണം. പിന്നെ വണ്ടി പോവില്ല. അപ്പോൾ അങ്ങോട്ടാട്ടോ ഞാൻ പോണേ. കാട്ടിമല. ഞാനിപ്പോൾ ജെല്ലിപ്പാറേൻ്റെ കാട്ടിമല ഭാഗത്ത് എത്തിയിട്ടാണോ. ഇവിടെ അംഗനവാടി ഉണ്ട്. ഈ അംഗനവാടിൻ്റെ അവിടെ വണ്ടി നിർത്താം. പിന്നെ ഈ വഴിക്ക് ഞാൻ വന്നത്, ഈ കയറ്റം കയറിയിട്ട് വന്നത്, ഇത് കയറിയിട്ട് വന്നത് കേട്ടോ. ഈ റൂട്ട് വേറെ ഉണ്ട്. ഇങ്ങോട്ടാണ് എനിക്ക് പോവാനുള്ളത്. ഇവിടെ വണ്ടി പോവില്ലാന്നാ പറഞ്ഞത്. നോക്കട്ടെ എങ്ങനെയാണ്. നടന്ന് ഒരു 300 മീറ്റർ നടക്കാനുണ്ട്. വ്യൂ കണ്ടോ? അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള സ്ഥലം തന്നെ. ഇവിടെ എത്തിയപ്പോ തന്നെ നല്ല വ്യൂ വന്നത്. വ്യൂ പോയിന്റിലൊക്കെ ഒന്ന് നടന്നു നോക്കാം. ഇവിടെ നിന്ന് ഒരാളെ കണ്ടതാണ്. മോള് ഹായ്. ബൈ. ആ ചാനലിൽ യൂട്യൂബിൽ വരും കേട്ടോ. ബൈ. ട്രാവൽ ചാനൽ 360. കാട്ടിമല എന്ന പേരിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ ഈ സ്ഥലത്തിന് പേര് എന്തെല്ലാം പേരുണ്ട്. ജെല്ലിപ്പാറ വ്യൂ പോയിന്റ് പറയും. പിന്നെ കാട്ടിമല. പിന്നെ വേറെ 2 പേരുണ്ടല്ലോ. ഒമ്മല വ്യൂ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും കൂടി പറയുന്നുണ്ടല്ലോ. പേര് മഞ്ഞച്ചോല വ്യൂ പോയിന്റ്. ഈ 4 പേരിലാണ് ഈ ഒരൊറ്റ സ്ഥലം. ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ വരുന്ന ഈ കാട്ടിമല സ്ഥലം എന്ന് പറഞ്ഞാൽ വന്ന് കാണേണ്ട ഒരു സംഭവം. ഡ്രസ്സോ ഈ എന്താ പറയാ, ഒന്ന് കാണുന്നവര് പിന്നെ വന്ന് കണ്ടുപോകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്വർഗം ഭൂമിയിലുണ്ടെങ്കിൽ ആ ഒരു സ്വർഗം കാണുന്ന ലെവലിലാണ് അതിന്റെ മേലെ ഉള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഉള്ള ആളാണ് പരിചയപ്പെടുന്നത്. എന്താ ജോമോന് കർഷകനാണ്. ഇദ്ദേഹത്തിന് എന്തെല്ലാം കൃഷിയുള്ളത്? തെങ്ങ്, കവുങ്ങ്, ഇഞ്ചി, മറ്റേ കുരുമുളക്, ഏലം. അട്ടപ്പാടി നിസ്സാര
സംഭവം അല്ല എന്നുള്ളത് മനസ്സിലായി. അട്ടപ്പാടി എന്താന്നുള്ള ഇവിടെ വന്നോക്കേ അറിയുള്ളൂ. ആ, കേരള മലയാളിക്ക് വരുന്നതിനെക്കാട്ടി കൂടുതൽ തമിഴന്മാർ അവിടെ വരുന്നത്. കാരണം തമിഴന്മാർക്കാണ് ഇവിടുത്തെ ഇത് ഇഷ്ടപ്പെടുന്നത്. നമ്മളെ മലയാളികൾക്ക് വളരെ കുറവാണ്. ആദിവാസി എന്ന ഒരു പേരിലായിരിക്കാം ചിലപ്പോൾ ഈ മലയാളികൾ ഇവിടെ എത്തിപ്പെടാത്തത്. പക്ഷെ ഒരു സംഭവം കേട്ടോ, നിരോധിത മേഖല എന്ന ബോർഡുണ്ട് കേട്ടോ. അവിടെ ഒരു ബോർഡുണ്ട്, നിരോധിത മേഖല. എന്തായാലും അവിടെ പോയേക്കാം. വാടിൻ്റെ അവിടെ നിന്നും വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ നടക്കാനുള്ള. എൻ്റെ ഷൂ കുറച്ച് സ്പോർട്സ് ഷൂ അതിനെ കൊണ്ട് ധൈര്യമില്ല, നോക്കട്ടെ. ഇങ്ങനെ നടക്കാണ്ട് ഇവിടെ ഒരു ബോർഡുണ്ട്, നിരോധിത മേഖല, വനത്തിനുള്ളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായി വനത്തിനകത്ത് പ്രവേശിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അഗളി റേഞ്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മണ്ണാർക്കാട്. ആൾക്കാരെ പറയാ കയറിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ ഇതിൽ ഞാൻ കയറാണ്. കുറച്ച് റിസ്ക് തന്നെയാണ് യാത്ര. ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാലേ അടിപൊളി വ്യൂ ആണെന്നാ പറഞ്ഞ്. സ്റ്റാമിന വേണം കേട്ടോ യാത്ര ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ പബ്ലിക് സ്ഥലമായിട്ടാണല്ലോ കാണുന്നത്. അവിടെയൊക്കെ താമസം ആളെ കാണുന്നത്. ഇവിടെയൊക്കെ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഫുള്ള് ആളായിരിക്കും എന്നൊക്കെ കേട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ വെള്ളി ശനി ഞായർ ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നാൽ മതി, എന്നാലും ആളുണ്ടാവുള്ളൂ. മുളങ്ങളാണ്, മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ ചെയ്ത കൊടുങ്ങല്ലോ. അപ്പോൾ ആരുമില്ല ഇവിടെ. പബ്ലിക്കിൻ്റെ കൃഷിത്തോട്ടങ്ങളാണല്ലോ. സ്റ്റാമിന നിർബന്ധം കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല മഴക്ക് സാധ്യതയുണ്ട്. മഴ ചാറുന്നുണ്ട്. കാടന്നിട്ട് ഇങ്ങനെ തിങ്ങിക്കെടുക്കണേ. ഇങ്ങനത്തെ ഓരോ കെട്ടുകൾ ഇവിടെ ഉണ്ട് എല്ലാ സ്ഥലത്തും. എന്തിന്റെ കെട്ടാന്നും മനസ്സിലാവില്ല. അവിടെ കെട്ടുക, അവിടെ ഉണ്ട് കെട്ട്. കുറെ ഉണ്ട് നടക്കാന്. ആരും ഇല്ലട്ട് ചോദിക്കാൻ വരെ. അത് വരുമ്പോഴേ 2-3 ആൾക്കാരുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു യാത്ര. സോളോ ട്രിപ്പിന്റെ റിസ്ക് എന്നാണ്. നല്ല കയറ്റുണ്ട് കയറാന്. ഇതൊക്കെ കയറി വന്നതാ. ഇവിടെ പോയ വ്യൂ കിട്ടോ? കിട്ടേക്കും പോയേക്കാം. ഇതാണ് കയറാനുള്ള, അങ്ങനെ പോവാനുള്ള വഴി. ഇവിടെ നിന്നും ഒരു വ്യൂ വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി വ്യൂ ഉണ്ടല്ലേ. ആ, ഇവിടെ നിന്നൊക്കെ വ്യൂ വരുന്നുണ്ട് കേട്ടോ. വ്യൂ എത്തിപ്പെട്ട് വരുന്നുണ്ട്. മല കയറണം മോനെ. ഈ വഴി കൂടെ ഇങ്ങനെ പോണം. ചെറിയ വയ്യെന്ന് പറഞ്ഞൂടെ, കഷ്ടിച്ചുള്ള വയ്യ. അങ്ങനെ ഏകദേശം വ്യൂ പോയിന്റ് എത്തിട്ടോ. ഇപ്പൊ സമയം 4 മണിയായി വൈകുന്നേരം. ബ്യൂട്ടിഫുൾ, എന്റെ ഭൂമിയിലെ സ്വർഗം. ഞാൻ പറഞ്ഞില്ലേ, കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു മെച്ചം ഉണ്ടാവുന്ന. എൻഡിലെത്തി. തുറസായ സ്ഥലം. എവറസ്റ്റ് കൈയടിക്കൂ. ഇങ്ങോട്ട് നടന്നു നോക്കണ്ട്. നടക്കണമെന്ന വ്യൂ ഞാൻ കാണിച്ചില്ല. മൊബൈൽ ഏത് നിമിഷം ഓഫ് ആവും. ഞാൻ പവർ ബാങ്കും ഒന്നും എടുത്തില്ല. ഞാൻ എങ്ങനെ പ്രതീക്ഷിച്ചില്ല രാവിലെ മൊത്തം വീഡിയോ എടുക്കണ ഫോൺ ഓഫ് ആവുന്നുള്ളേ. അപ്പൊ ഞാൻ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മേലെ എത്തിയിട്ട് കാണിച്ചടാ. ഇതിലൊക്കെ വഴിയുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോകാനുള്ള. അപ്പൊ ഞാൻ പോകുന്നില്ലേക്ക്. ഇതിലെ വഴിയുണ്ട്, ഇതിലൊന്നും പോയേക്കാം. ഇല്ല, ഇതിലെ വഴി എങ്ങനെ? ഇതെന്തിനാ? അതിർത്തിയാണ് ഇല്ലേ? ഇതൊക്കെ ഫോറസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ പബ്ലിക്കാ? അതാണ്, ഇതാണ് ഫോറസ്റ്റ് ഇല്ലേ? ഈ കാണുന്ന ഫോറസ്റ്റ്, അതൊക്കെ മൊത്തം ഫോറസ്റ്റ്. ഇത് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? കാടാണ് ഇല്ലേ? ഇവിടെ ഒന്നും മൃഗങ്ങളൊന്നും വെച്ചില്ലല്ലോ. വ്യൂ പോയിന്റ് കണ്ടിട്ട് എങ്ങോട്ടാ വഴി? ഇതിലെ പോണോ? അങ്ങോട്ട് കയറണം അല്ലേ? ആ, ഇങ്ങോട്ട് പോയിക്കൂടെ? അവിടെ ആരോ ഉണ്ട് കേട്ടോ. അവിടെ സൗണ്ട് ഒക്കെ ഉണ്ട്. 360 വ്യൂ കാണിക്കാൻ കേട്ടോ ഞാൻ. മൊബൈൽ ഏത് നിമിഷം ഓഫ് ആവും കേട്ടോ. ഞാൻ ഇതിന്റെ ടോപ്പിൽ ഇഞ്ഞു എത്താണ്ട്. ഒന്നാമത് എന്റെ LP പോരാ, രണ്ടാമത് മൊബൈല് ചാർജ് ഇല്ല. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞ് സോളാറൊക്കെ, പക്ഷെ എടുക്കാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ. ാണ് ഞാൻ നേരത്തെ കയറി. കാട്ടിമല എന്ന് പറയുന്നത് ഓമനമല വ്യൂ, അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് ഈ മല.
ആ മലയിലാണ് ഞാൻ നേരത്തെ കയറിയത് കേട്ടോ. ആ മലയിൽ നിന്നും ഞാൻ നേരെ ചുറ്റി വേറെ വഴിക്കാണ് വന്നത്, റൂട്ട് മാറ്റി. അപ്പോൾ ഈ മല മൊത്തം ചുറ്റും കൊണ്ടിരിക്കുക ഞാൻ. അടിപൊളി സൂപ്പർ വ്യൂ ഉണ്ടോ, ഒന്നും പറയാനില്ല.